2024 ദേശാഭിമാനി അക്ഷരമുറ്റം സബ് ജില്ലാ ക്വിസുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് മാസത്തെ ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ ക്വിസാണിത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? ഉത്തരം സ്പെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് ആരാണ്? ഉത്തരം സ്വപ്നിൽ കുശാലെ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള താരമാണ് ഇദ്ദേഹം. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ കായിക താരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം PR ശ്രീജേഷും മനു ഭാക്കറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ ആരായിരുന്നു? ഉത്തരം PR ശ്രീജേഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യ അതിവേഗ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? ഉത്തരം ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ ബംഗ്ലാദേശിലെ ഏത് തുറമുഖത്തിൻ്റെ ടെർമിനൽ പ്രവർത്തനാവകാശങ്ങളാണ് ഇന്ത്യ നേടിയെടുത്തത്? ഉത്തരം മോഗ്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയുടെ പേര് എന്താണ്? ഉത്തരം യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റിൽ പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ഉത്തരം കൊച്ചുവേളി, നേമം. 2 റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരമാണ്. നേമത്തിൻ്റെ പേര് മാറ്റി തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും അറിയപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം 2024 അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ താരം ആരായിരുന്നു? ഉത്തരം നോഹ ലൈൽസ്, അമേരിക്കൻ താരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരം ആരായിരുന്നു? ഉത്തരം ജൂലിയൻ ആൽഫ്രഡ്, സെൻറ്റ് ലൂസിയ സ്വദേശിനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ ജാവലിൻ ദിനം എന്നാണ്? ഓഗസ്റ്റ് 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന നോബൽ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം നോബൽ പുരസ്കാര ജേതാവായ മുഹമ്മദ് യൂനുസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറാൻ സന്ദർശനത്തിനിടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീൻ സംഘടനയായ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവി ആരാണ്? ഉത്തരം ഇസ്മയിൽ ഹനിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബെയ്ലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സൈനിക സംഘത്തിലെ ഏക വനിത ആരായിരുന്നു? ഉത്തരം മേജർ സീത ഷെൽക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓണത്തിന് വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓണക്കനി 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓണത്തിന് ആവശ്യമായ പൂക്കൾ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം നിറപ്പൊലിമ 2024. അടുത്ത ക്വസ്റ്റ്യൻ. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഉത്തരം 1-0. അടുത്ത ചോദ്യം. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം T. പത്മനാഭൻ. അടുത്ത ചോദ്യം.
അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അന്തമാനീസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവിഭാഗം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം തവള. അടുത്ത ചോദ്യം, സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണം എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം മദ്രാസ് ഹൈക്കോടതി. അടുത്ത ചോദ്യം, അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ ഫുട്പാത്ത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിൽ. അടുത്ത ചോദ്യം, അമീബിക് മസ്തിഷ്കജ്വര ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിറ്റിൽഫൂസിൽ ഏത് രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ഉത്തരം ജർമ്മനി. അടുത്ത ചോദ്യം, വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശുസംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം കുട്ടിയിടം. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഉത്തരം മനു ഭാക്കർ. ഹരിയാന സ്വദേശിയാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡലാണ് മനു ഭാക്കർ ആദ്യമായി നേടിയത്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം മനു ഭാക്കർ. അടുത്ത ചോദ്യം, ആഭ്യന്തര കലാപത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഷേഖ് ഹസീന. അടുത്ത ചോദ്യം, കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര് എന്താണ്? ഉത്തരം ബംഗളൂരു സൗത്ത്. അടുത്ത ചോദ്യം, ISRO നാസ സംയുക്ത ദൗത്യമായ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ല. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത്? ഉത്തരം 6. അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഒരു പുഷ്പത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏത് പുഷ്പമാണ്? ഉത്തരം നീലക്കുറിഞ്ഞി, സ്ട്രോബിലാൻഡസ് കുന്തിയാന. അടുത്ത ചോദ്യം, തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് റെഫ്യൂസ് ഡെറിവേഡ് ഫ്യൂവൽ RDF പ്ലാന്റ് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ UPI പേയ്മെൻറ്റ് പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് എത്രയായാണ് ഉയർത്തിയത്? ഉത്തരം UPI പേയ്മെൻറ്റ് പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായിട്ടാണ് ഉയർത്തിയത്. അടുത്ത ചോദ്യം, 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? 2 പേരെയാണ് മികച്ച നടിമാരായി തിരഞ്ഞെടുത്തത്. ഒന്ന് ഉർവശി ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനു വേണ്ടി, ബീന R ചന്ദ്രൻ തടവ് എന്ന ചിത്രത്തിനു വേണ്ടി. അടുത്ത ചോദ്യം, 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം പൃഥ്വിരാജ്, ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി.
അടുത്ത ചോദ്യം, 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഉത്തരം കാതൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.